എന്നത് ഹലോ അമ്മൂമ്മയാണോ? ഇത് ഋതു. ആ അമ്മൂമ്മ ഋതു ആണ്. ഒരു ഫോൺ വന്നാ നോക്കിയിരിക്കുക പിള്ളേരെ കളിക്കാൻ വേണ്ടിട്ട്. ഇങ്ങോട്ടാ. ഹലോ. ആ അതെ. ചെറുനാലത്തിന്നല്ലേ? ആ കൊടുക്ക്. ഹലോ അമ്മയാണോ? അമ്മയല്ലേ? ഹലോ. എപ്പോ? എന്നിട്ട് കേൾക്കുന്നില്ല, ഉറക്കെ പറയൂ. ഹലോ. ആ ഞങ്ങളിപ്പോ എത്തിക്കോ. എന്താ മണി? അമ്മ രാത്രിയിൽ ഒരു അസുഖമില്ലാതെ കിടന്നതാ. രാവിലെ ചെന്ന് നോക്കുമ്പോ വളരെ നാച്ചുറൽ ആയിട്ടുള്ള മരണമാണ്. അതവരെടുത്തു പറഞ്ഞു. ഹാർട്ടിന്റെ ആയിരിക്കണമെന്ന് അവർ പറഞ്ഞു കേട്ടപ്പോ തോന്നിയത്. അമ്മ പക്ഷെ അങ്ങനെ പല തമാശയും പറയുമായിരുന്നു. ഇതങ്ങനെ തമാശയൊന്നുമല്ല. പണ്ടും ഇതിങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുള്ളതാ. അല്ല, ഇപ്പൊ തമാശ ആണേലും അങ്ങനെ തന്നെ ചെയ്യാൻ പോകുന്നത്. പിടിക്കാൻ സൗകര്യമുള്ളവനൊക്കെ പിടിച്ചാ മതി. വരാ.
അശോകൻ, ഒരാഴ്ചയും കൂടെ കഴിഞ്ഞേ പോകുന്നുള്ള. മിക്കവാറും ഒരാഴ്ചയും കൂടെ ലീവുണ്ട്. ഞാനങ്ങ് ചെന്നിട്ട് എഴുതാം. എഴുതണം, എഴുതാതിരിക്കരുത്. ചേട്ടൻ മറുപടി എഴുതിയില്ലെങ്കിൽ ഞാൻ എഴുതും. ഗോപൻ എഴുതിയില്ലെങ്കിൽ നീ എഴുതണം. അതുപോലെ കുട്ടികളോടും പറയണം, ഷിനി ചേച്ചിയുമായിട്ടുള്ള കറസ്പോണ്ടൻസ് മുടക്കരുതെന്ന്. അമ്മയുണ്ടായിരുന്നപ്പോ കത്ത് കണ്ടില്ലേലും എല്ലാരും അമ്മയൊക്കെ ഉണ്ട് എന്നൊരു തോന്നൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഇവിടെ വരുമ്പോ കാണാലോ, ഒന്നിച്ചൊരു വെക്കേഷൻ, ഒന്നിച്ചൊരു പിറന്നാള്. ഇനിയിപ്പോ അതൊന്നുമില്ലല്ലോ. ഞാൻ എഴുതാം. എഴുതൂ. എഴുതാം. വേണിച്ചേട്ടൻ എന്നാ പോവാ? ഇപ്പൊ ഷീന് പോയത് ഇറങ്ങേ. ഡാഡി, ഇനി എന്നാ ഡാഡി ഷീനി ചേച്ചി വരിക? ഷീനി ചേച്ചി വരുമ്പോ മോൾ ഇവിടെ ആയിരിക്കില്ലല്ലോ, അവിടെ ആയിരിക്കില്ലേ? നമുക്കിവിടുന്ന് പോണ്ട ഡാഡി. നമുക്കിവിടുന്ന് പോണ്ട ഡാഡി. പോണ്ട ഡാഡി. അതെ, പോയിട്ട് വേറെ 100 കാര്യങ്ങളുള്ളതാ. താനെന്താ മുങ്ങി നടക്കാണെ ആ വിവരം പറ. അയ്യോ, ഇതെന്താ ഇദ്ദേഹം? താൻ എവിടായിരുന്നു? ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊരു ദിവസം പരിമല വരെ ഒന്ന് പോയി. എന്നിട്ടാണോ ഇത്ര ആളായിട്ട് ഇങ്ങോട്ട് കാണാത്തത്? അത് പിന്നെ ഇവിടെ ഈ ചടങ്ങുകളെല്ലാം ആയിട്ട് ഞാനിങ്ങോട്ട് ഇറങ്ങാനിരിക്കുകയായിരുന്നു. അപ്പോഴാ ഇവിടുന്ന് കൊച്ചം വന്ന് ഇദ്ദേഹം അന്വേഷിക്കുന്ന വിവരം പറഞ്ഞത്. പിന്നെ ഈ കുഴാമറിച്ചുകളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ആ ഇടപാട് ഇത്തവണ നടക്കുകയാണെന്നും എല്ലാവരും കൂടെ പറഞ്ഞു. അതുകൊണ്ട് ആ കാശും അങ്ങ് കൈമറിഞ്ഞു പോയി. ഞാൻ ഈ ലീവും കളഞ്ഞ് ഇവിടെ കുത്തിയിരുന്നത് തന്റെ വാക്കും വിശ്വസിച്ചാണെന്ന് അറിയാമോ? അയ്യോ, അത് മനസ്സിലായില്ലേ? അല്ല, ഇവിടെ ഈ മരണവും ചടങ്ങും ഒക്കെ ഞങ്ങളുടെ കാര്യം, തന്റെ കാര്യമല്ലല്ലോ. അല്ല. അപ്പൊ താൻ തന്റെ കാര്യം പറ. താൻ ഈ ഇടപാട് നടത്തുന്നത് എന്നാ? അതിപ്പോ ആ കാശ് സ്വല്പം വശക്കേടായിട്ട്. കാശ് മറിഞ്ഞു പോയതിന്റെ കഥയല്ല ചോദിച്ചത്. തനിക്ക് ഈ വീട് വേണോ വേണ്ടായോ? വിവരം അറിഞ്ഞിട്ട് വേണം എനിക്കിത് പൂട്ടിയിട്ടിട്ട് പോണോ അതോ വേറെ ആളെ തിരക്കണമെന്ന് തീരുമാനിക്കാൻ. ഇദ്ദേഹത്തിനൊന്നും തോന്നരുത്, എനിക്ക് ഈ വീട് വേണ്ട.